ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്കോട്ട് എന്ന് പറയുന്ന എക്സസൈസിനെ കുറിച്ചാണ്. 99% ആൾക്കാരും ചെയ്യാൻ മടിക്കുന്നതും എന്നാൽ വളരെയേറെ പ്രയോജനകരമായിട്ടുള്ള ഒരു എക്സസൈസാണ് സ്കോട്ട് എന്ന് പറയുന്നത്. നമ്മൾ പല ജിമ്മുകളിലും പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പം ജിമ്മിൽ പോകുന്നവർ പോലും ഏറ്റവും കൂടുതൽ ഒഴിവാക്കുന്ന ഒരു എക്സസൈസാണ് സ്കോട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ലെഗ് വർക്കൗട്ടുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുന്ന ഒരു എക്സസൈസാണ് സ്കോട്ട്. അപ്പം സ്കോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് കിട്ടുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ലോവർ ബോഡിയെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസാണ് സ്കോട്ട്. അതേപോലെ തന്നെ നമ്മുടെ നട്ടലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വളരെയേറെ സഹായിക്കുന്നു. കൂടാതെ നമ്മുടെ കോർ സ്റ്റെബിലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ കോർ സ്ട്രെങ്ത് ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് കൂടിയാണ് സ്കോട്ട്. ഈ തടിയുള്ള ആൾക്കാരൊക്കെ സ്കോട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഫാറ്റ് ലോസിന് നമുക്ക് വളരെയേറെ സഹായകമാകുന്ന ഒരു വ്യായാമമാണ് സ്കോട്ട്. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ തെറ്റായ രീതിയിൽ സ്കോട്ട് ചെയ്യുന്നത് കാണാം. കാരണം സ്കോട്ട് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. എന്നാൽ നമ്മൾ നിത്യേനയുള്ള ഒരു പരിശീലനം വഴി നല്ല രീതിയിൽ കറക്റ്റായിട്ടുള്ള ഫോമിൽ സ്കോട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഏതൊക്കെ രീതിയിൽ അവർക്ക് സ്കോട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ വീഡിയോ വിശദമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം പല ആൾക്കാരും സ്കോട്ടൊക്കെ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള രീതിയിലാണ്. തെറ്റായിട്ടുള്ള രീതിയിൽ ഈ സ്കോട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പല പല പ്രശ്നങ്ങളൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് കാൽമുട്ടിന് പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, നടുവിന് വേദന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതെല്ലാം ഇതിൻ്റെ തെറ്റായ രീതിയിൽ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം സ്കോട്ട് നിങ്ങൾക്ക് എങ്ങനെ കൃത്യമായിട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സ്കോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു സ്കോട്ടിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് പല ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള ഫോമുകളിൽ ഒക്കെ സ്കോട്ട് ചെയ്യാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ വളരെ തെറ്റായ രീതിയിലാണ് അവരെ കൊണ്ട് സ്കോട്ട് എന്ന് പറയുന്ന എക്സസൈസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായ രീതിയിൽ പഠിച്ചെടുക്കാമെന്നുള്ളത്. അപ്പം പ്രത്യേകിച്ച് ഈ വീട്ടമ്മമാർക്ക്, ലേഡീസിനൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആദ്യം ഇതേപോലെ ഒരു ചെയർ എടുക്കാം. അപ്പം നിങ്ങൾ അല്പം തടിയുള്ള ആൾക്കാരായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ചെയ്തുള്ള എക്സ്പീരിയൻസോ മറ്റുള്ള വ്യായാമങ്ങൾ ചെയ്തുള്ള പരിചയം ഒന്നും തന്നെ കാണില്ല. അപ്പം നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള ഒരു പൊക്കമുള്ള ഒരു ചെയർ എടുക്കാം. മിക്കവാറും എല്ലാ വീടുകളിലും ഇതേപോലെ ഒരു ചെയർ ഉണ്ടല്ലോ. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ചെയറിന്റെ സമീപത്തായിട്ട് ഇതേപോലെ നിൽക്കാവുന്നതാണ്. നിങ്ങളുടെ കാലുകളുടെ അകലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഷോൾഡറിന്റെ ലെവലിലായിരിക്കണം നിങ്ങളുടെ കാലുകൾ നിങ്ങൾ വെക്കേണ്ടത്. ഓക്കെ, ഈ ഒരു പൊസിഷനിലായിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് കൈ ഇതേ കണക്ക് പിടിക്കാം. പല രീതിയിലും നിങ്ങൾക്ക് കൈ വെക്കാവുന്നതാണ്. പക്ഷെ എന്നാലും നിങ്ങൾ തുടക്കത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൈ ഇതേ കണക്ക് നിങ്ങൾക്ക് നിവർത്തി വെക്കാം. നിങ്ങളുടെ ചെസ്റ്റ് നിങ്ങൾ അപ്പ് ചെയ്ത് പിടിക്കുക. നിങ്ങളുടെ കോർ മസിൽ ടൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, കോർ മസിലൊക്കെ ടൈറ്റ് ചെയ്ത് വെക്കുക. ചെസ്റ്റ് അപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സാവധാനം നിങ്ങളുടെ ഈ ഗ്ലൂട്ട് മസിൽ ഒരല്പം പുറകോട്ടാക്കിക്കൊണ്ട് ഇതേപോലെ ഒന്ന് ബാക്കിലോട്ട് ആക്കുക. അതിനുശേഷം ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ചെയറിൽ ഇരിക്കാവുന്നതാണ്. ഇതേപോലെ കണ്ടില്ലേ? അതിനുശേഷം നിങ്ങൾക്ക് ഇതിനൊക്കെ എഴുന്നേക്കാം. വീണ്ടും നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽസിനെ അല്പം പുറകോട്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ ഇരിക്കാം. ഇത് നിങ്ങൾക്ക് ഒന്നാമത്തെ സ്റ്റേജ് ആയിട്ട് ഇതേ രീതിയിൽ ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പം ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ലോവർ ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങൾ ഇത് കണക്ക് നിൽക്കുന്നു. അതിനുശേഷം കൈകൾ ഇത് കണക്ക്, കാലുകൾ ഷോൾഡർ വിത്തിൽ വെക്കുന്നു. നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ അല്പം പുറകോട്ടാക്കിക്കൊണ്ട് കണ്ടില്ലേ? ഇതായിരിക്കണം നിങ്ങളുടെ ബോഡി പൊസിഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ലോവർ ബാക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 15 റെപ്പിറ്റേഷൻ വെച്ചിട്ട് ഒരു 3 സെറ്റ് നിങ്ങൾക്ക് തുടക്ക സമയങ്ങളിൽ ചെയ്യാം. ഇപ്പം ഈ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ സ്കോട്ടിൻ്റെ ഒരു ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഈ തുടകൾക്കും അതിനൊക്കെ തന്നെ ഈ ഹാംസ്ട്രിങ് മസിൽസിനും ഒക്കെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ?
അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് പരിശീലിച്ച ശേഷം ഒരല്പം കാലുകൾക്കൊക്കെ നല്ലൊരു സ്ട്രെങ്ത് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടാമത്തെ രീതിയിലോട്ട് പോവാം. ഓക്കെ, അപ്പം ഈ ഒരു പൊക്കമാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ കണക്കുള്ള ഒരു പൊക്കം കുറഞ്ഞ സോഫ അടുത്ത സ്റ്റേജിലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കാലുകൾക്കൊക്കെ നല്ല സ്ട്രെങ്ത് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതേ കണക്ക് പൊക്കം കുറഞ്ഞ ഒരു ടീപ്പോയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെയുള്ള ഒരു സോഫയോ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം പൊസിഷനൊക്കെ നമ്മൾ ചെയ്ത പൊസിഷനാണ്. കാലുകൾ ഷോൾഡർ വിത്തിൽ വെക്കുക, കൈ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഒരിക്കലും ചെയ്യുന്ന സമയത്ത് തെറ്റായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഓക്കെ, ഈ രീതിയിൽ ചെയ്യരുത്. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരുന്നത്. കൈ ഇങ്ങനെ വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ ഒരല്പം പുറകോട്ടാക്കിക്കൊണ്ട് ഇതേപോലെ നിങ്ങൾക്ക് താഴോട്ട് ഇരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് സോഫയിൽ ഇതേ കണക്ക് നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങളുടെ ലോവർ ബാക്ക് നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം. ഓക്കെ, ഇതായിരിക്കണം നിങ്ങളുടെ പൊസിഷൻ. അപ്പ് ചെയ്യുന്നു, വീണ്ടും നിങ്ങൾ സാവധാനം താഴോട്ട് വരുന്നു, അപ്പ്, വീണ്ടും താഴോട്ട് വരുന്നു. 3, 4, 5. ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ 15 റെപ്പറ്റേഷൻ വെച്ചിട്ട് ഒരു 3 സെറ്റ് പരിശീലിക്കുക. ഈ 2 പൊസിഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം സ്ക്വാട്ടിൻ്റെ ആ ഒരു പൊസിഷൻ എല്ലാം നല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബ്രീത്തിങ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ബ്രീത്തിങ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ രീതിയിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, ഇരിക്കുന്ന സമയത്ത് നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻഹെയിൽ ചെയ്യുക. അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് പുറത്തോട്ട് കളയുക. ഓക്കെ, ഇൻഹെയിൽ, എഴുന്നേക്കുന്ന സമയത്ത് പുറത്തോട്ട് കളയുക. അപ്പം ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ്. 2 രീതികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റത്തെ നമ്മുടെ പൊസിഷൻ. ഓക്കെ, പിന്നെ നിങ്ങൾ യാതൊന്നും പേടിക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 2 രീതിയിൽ തന്നെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബോഡിയുടെ ആ ഒരു ചെയ്യാനുള്ള പൊസിഷൻ, അതിൻ്റെ മെത്തേഡുകൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങളുടെ കാലുകൾക്ക് അത്യാവശ്യം സ്ട്രെങ്തും വന്നു. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള സ്കോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേ കണക്ക് ഷോൾഡർ വിത്ത് കാല് വെക്കുക. ഓക്കെ, കൈ ഇതേ കണക്ക് സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കാം. ഓക്കെ, അതിനുശേഷം ഗ്ലൂട്ട് മസിൽ ബാക്കിലോട്ട് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പ്, ബ്രീത്ത് ഔട്ട്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും സ്കോട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുനിഞ്ഞ് താപ്പോട്ട് നോക്കിക്കൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കാണാറുണ്ട്. അപ്പം ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഒരു കണ്ണുകൾ താഴോട്ട് നോക്കിക്കൊണ്ട് ചെയ്യരുത്. ഓക്കെ, ഈ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നടുവ് അല്ലെ ലോവർ ബാക്ക് വളയാനുള്ള സാധ്യതയുണ്ട്. വളഞ്ഞിരിക്കും, സാധ്യതയല്ല വളഞ്ഞിരിക്കും. അപ്പം നിങ്ങളുടെ ഒരു ദൃഷ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു അല്പം മുകളിലോട്ട് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഇതേ കണക്ക്. അപ്പം നിങ്ങളുടെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കും. ഇതേപോലെ മുകളിലോട്ട് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഫ്രണ്ട്സ്, ഇങ്ങനെ നിങ്ങൾക്ക് സ്കോട്ട് പരിശീലിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വളരെ ഒട്ടും ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാർക്ക് സ്കോട്ട് എന്ന് പറയുന്ന എക്സസൈസ് കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു ഗൈഡൻസ് ആണ് ഞാൻ തന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, സ്കോട്ട് നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ സ്കോട്ടിന് ഒരുപാട് രീതികളിൽ ഒരുപാട് വകഭേദങ്ങളുണ്ട്. സുമോ സ്കോട്ട് ഉണ്ട്, അതേപോലെ തന്നെ സ്പ്ലിറ്റ് സ്കോട്ട് ഉണ്ട്, ജമ്പിങ് സ്കോട്ട് ഉണ്ട്. ഒരുപാട് രീതിയിൽ നമുക്ക് സ്കോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു രീതി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റെല്ലാം തന്നെ അനായാസമായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് വെയിറ്റ് വെച്ചിട്ടൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ തുടക്ക സമയത്ത് തന്നെ വെയിറ്റുകളൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടൊക്കെ സ്കോട്ട് ചെയ്യാനായിട്ട് കാണാറുണ്ട്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഈ രീതിയിൽ സ്കോട്ട് അഭ്യസിച്ചതിന് ശേഷം നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം
നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് വെച്ചുള്ള സ്കോട്ട് മറ്റുള്ള കാര്യങ്ങളോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സ്പ്ലിറ്റ് സ്കോട്ട് അങ്ങനെയുള്ള സ്കോട്ടുകളൊക്കെ. കാരണം വെച്ചാൽ നമ്മുടെ നടുവിനൊക്കെ നല്ല രീതിയിൽ പരുക്ക് പറ്റാനുള്ള അല്ലെങ്കിൽ വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാൽമുട്ടിന് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ജിമ്മുകളിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല വിദഗ്ധനായിട്ടുള്ള ഒരു ട്രെയിനറുടെ സഹായത്തോടെ മാത്രം ഇങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്ത് പഠിക്കുക. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് എടുത്ത് ചാടിക്കൊണ്ട് നമ്മൾ വ്യായാമങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് തന്നേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത്